എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി പഠന പ്രവർത്തനമായിട്ടാണ്. ആ പഠന പ്രവർത്തനം പഠിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം, ഇവിടെ ഒരു കുട്ടി പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. കാക്കമ്മയാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്താണ് കാക്കമ്മയും ഇവിടെ ഒരു കുട്ടിയെയും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ കാക്കമ്മയും കുട്ടിയും തമ്മിൽ എന്തൊക്കെയോ അവരിവിടെ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. കാക്ക പറന്നു വന്നു. കാക്ക തറയിലിരുന്നു. എന്തിനാണ് വന്നത്? കുട്ടി ചോദിച്ചു. അപ്പൊ ഇവിടെ ഒരു കുട്ടിയെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ കുട്ടി കാക്കയോട് ചോദിക്കുകയാണ്, എന്തിനാണ് കാക്കമ്മേ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നല്ലേ. അപ്പൊ കാക്ക പറയാണ്, എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. എന്നിട്ട് വിശക്കുന്ന കാക്കമ്മയുടെ അടുത്ത് കുട്ടി എന്താണെന്നറിയോ ചോദിച്ചിരിക്കുന്നത്? നിന്റെ കൂടെ എവിടെയാണ് കാക്കമ്മേ നിന്റെ കൂടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കാക്കമ്മ പറഞ്ഞു, ദാ നോക്കിക്കേ, ആ മരത്തിന്റെ മുകളിലാണ് എന്റെ കൂടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, പക്ഷികൾ എന്ത് ചെയ്യാറുണ്ട്? കൂട് കൂട്ടാറുണ്ട്. എന്തിനാണ് മക്കളെ ഈ പക്ഷികൾ കൂട് കൂട്ടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പക്ഷികൾ എന്തിനാണ് കൂടുണ്ടാക്കുന്നത്? നമ്മൾ എന്തിനാണ് വീട് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ. എന്താണ്? നമ്മൾ നമ്മുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു താമസത്തിന് വേണ്ടിയിട്ടാണ് വീടുകൾ പണിയുന്നത്. അതുപോലെ തന്നെ ഈ പക്ഷികളോ അവരവരുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുകൾ പണിയുന്നത്. അപ്പൊ അവരുടെ അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു പക്ഷി മുട്ടയിട്ട് ആ കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? പോറ്റണം അല്ലെ. ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണം. അതിനു വേണ്ടിയിട്ടാണ് പക്ഷികൾ എന്ത് ചെയ്യുന്നത്? കൂട് പണിയുന്നത്. അപ്പൊ പക്ഷികളുടെ കൂടുകൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ കാക്കി ആയതുകൊണ്ട് തന്നെ അത് മരത്തിന്റെ കമ്പുകൾ അല്ലെ ഒക്കെ ശേഖരിച്ചുകൊണ്ട് മരത്തിന്റെ മുകളിലായിട്ട് കൂട് കെട്ടും. എന്നാൽ ചില പക്ഷികൾ അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൈന, അതേപോലെ തന്നെ മരംകൊത്തി, വേഴാമ്പല്, ഇതിനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, അത് പൊത്തുകൾ ഉണ്ടാക്കിയിട്ടാണ് അവിടെ കൂട് വെക്കാറ്, മരത്തിനുള്ളിൽ പൊത്തുകൾ ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ പല തരത്തിൽ കൂട് പണിയുന്ന ആളുകളുണ്ട്. ഇപ്പൊ പ്രാവിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ കൂട് പണിയുന്നതായിട്ട് കാണാം. അപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യാറുണ്ട്? പക്ഷികൾ കൂട് പണിയാറുണ്ട്. അപ്പൊ നമ്മുടെ കാക്കമ്മയുടെ കൂട് എവിടെയാണുള്ളത്? മരത്തിന് മുകളിലായിട്ടാണ് ഉള്ളത്. അപ്പോ ചോദിക്കുകയാണ്, നിന്റെ കൂട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ലേ. കൂട്ടിനകത്ത് 3 കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് അപ്പൊ എന്ത് പറയുന്നത്? നമ്മുടെ അമ്മക്കാക്ക പറയുന്നത് അല്ലെ. എന്റെ കൂട്ടിനകത്ത് 3 മക്കളുണ്ട്. അപ്പൊ ചോദിക്കാണ്, നീ ഇപ്പൊ വിശന്നിട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ. തീറ്റ കിട്ടാതിരുന്ന കുഞ്ഞുങ്ങൾ കരയില്ലേ. അപ്പൊ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നിങ്ങൾ കുഞ്ഞു മക്കളായിരുന്ന കാലം മുതലേ പഠിക്കുന്ന പാട്ടാണ്. ഏതാണ്? കാക്കേ കാക്കേ കൂടെ വിടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു വിശന്നു കരയൂലേ. അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു പാട്ടിന്റെ ഒരു എഴുതിയത് പോലെ അല്ലെ, സംസാരിക്കുന്നത് പോലെ എന്ത് ചെയ്താണ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാണ് ഈ കുട്ടി അല്ലെ, ഇവള് നല്ല ദയാലുവായിട്ടുള്ള ഒരു കുട്ടിയാണ്, വളരെ കരുണയുള്ള ഒരു കുട്ടിയാണ്. എന്താ ദയാലു അല്ലെങ്കിൽ കരുണയുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരാളുടെ വിഷമം നമ്മൾ കാണുമ്പോൾ ആ ആളുടെ വിഷമത്തിന് തോന്നിയിട്ട് അല്ലെ, നമുക്കൊരു സങ്കടം തോന്നിയിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ അയാൾക്ക് കരുണയുണ്ട് എന്ന് പറയാറ്. നല്ല ഒരു ശീലമാണ് അല്ലെ കൈൻഡ്നസ് അഥവാ കരുണ എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു ശീലമാണ്, നമ്മൾ മനുഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ശീലമാണ്. അപ്പൊ ഈ കുട്ടിക്ക് എന്തുണ്ട്? നല്ല കരുണ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എന്ത് ചെയ്യാണ്? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാക്കയുടെ കയ്യിൽ എന്ത് ചെയ്യാണ്? അപ്പം കൊടുത്തു വിടുകയാണ് അല്ലെ. അപ്പം കിട്ടിയ കാക്കയ്ക്ക് ഒരുപാട് സന്തോഷമായി അല്ലെ. അപ്പം കിട്ടിയ കാക്കയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്താണ്? ആ കുട്ടി കൊടുക്കുകയാണ് അല്ലെ, നല്ല അപ്പാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട പഠന പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടീച്ചർ ഈ കഥ നല്ല വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ കാക്കമ്മയും കാണാറുണ്ട്. അപ്പൊ കാക്കമ്മ എന്ത് ചെയ്യാണ്? തിരിച്ച് നമ്മുടെ അപ്പവും എടുത്തിട്ട് അല്ലെ, എന്താണ് ഇതാ ഈ ഒരു അപ്പവും എടുത്തിട്ട്, ഇത് അപ്പമാണെന്നുണ്ടെങ്കിൽ ഈ അപ്പം എന്ത് ചെയ്യാണ്? നമ്മളെ കുട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാക്കമ്മ ഈ അപ്പവും എടുത്തിട്ട് എന്ത് ചെയ്യാണ്? പോവുകയാണ്. എങ്ങോട്ടേക്ക്? കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എവിടേക്കാ? കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുഞ്ഞുങ്ങളും അമ്മയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. എന്താണ്? സംഭാഷണം. ഇപ്പൊ ടീച്ചർ ഈ കഥ വിശദമായിട്ട് പറഞ്ഞു തന്നില്ലേ. അപ്പം അമ്മക്കാക്കയും അല്ലെ കാക്കമ്മയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. കാക്കമ്മയും കുഞ്ഞുങ്ങളും.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആരാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെ, സംഭാഷണം എഴുതുമ്പോൾ ഇപ്പൊ കാക്കയാണെന്നുണ്ടെങ്കിൽ കാക്ക എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ നേരെ എഴുതി പോവരുത്. സംഭാഷണം എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭാഷണം എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, റെഡി ആണോ? അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും ഈ പഠന പ്രവർത്തനം ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye, see you.